നമസ്കാരം രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ തോരൻ നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. പക്ഷേ അത് രണ്ടും ചേർത്ത് നമ്മൾ ഇതുവരെ ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അധികം ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള പക്ഷേ നല്ലൊരു കോമ്പിനേഷനുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് നമ്മൾ 1/4 കപ്പ് വൻപയർ തലേ ദിവസം രാത്രി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തോടു കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് വേവിക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ. ഇതിന് വേണ്ട ഉപ്പ് മാത്രം. അപ്പോൾ ഇത് കുക്കറിൽ നമ്മൾ 2 വിസിൽ വരുന്നവരെ അടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങനെ വെന്ത് കുഴയൊന്നും ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് വെന്താൽ മതി, വെള്ളം വറ്റി വന്നാൽ മതി. വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ക്യാബേജ് ആണ്. ക്യാബേജ് ഒരു ചെറിയ കഷ്ണം, ഈ ഒരു വലുപ്പമുള്ള കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മുറിച്ച് കൊടുക്കാൻ പോവുകയാണ്. മുറിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ചെറുതാക്കിയിട്ടല്ല കേട്ടോ, കുറച്ച് നീളത്തിലായിട്ടാണ് നമ്മൾ മുറിച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ച് ചൂടാക്കി ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്, ഒരു 1/2 ടീസ്പൂൺ. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വൻപയറിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, എന്നാലും കുറച്ച് ക്യാബേജിന് വേണ്ട ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ പോവാണ്. ചെറിയ തീയിൽ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി തീരെ ഡ്രൈ ആയി. ഞാനിതിപ്പോൾ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അരിഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട് ക്യാബേജിൽ. അപ്പം വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അധികം ഒഴിച്ചു കൊടുക്കാതെ ഒന്ന് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക മാത്രം ചെയ്യുക. ഇനി ഇത് ചെറു തീയിലിട്ടിട്ട് ഒന്ന് വേവിക്കുകയാണ്. അടച്ചു വെക്കണേ, ഒന്ന് വെന്ത് വരട്ടെ. ക്യാബേജ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെന്ത വൻപയർ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും കൂടെ ചേർക്കാണ്. അത് എന്താ പറയുക, ഒരു പിടി ചേർക്കാണ്. കൂടുതലായാലും അത്രയും ടേസ്റ്റ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ വൻപയർ വേവിച്ച വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ഞാനിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് വേവിക്കാം. വേവിച്ച് കഴിയുമ്പോൾ ഇതിൽ കുറച്ചുള്ള വെള്ളവും കൂടെ അങ്ങ് വറ്റി കിട്ടും. എല്ലാം കൂടെ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ നിങ്ങളെ ഇളക്കി കൊടുത്താൽ മതി. കണ്ടില്ല, വൻപയർ ഇത്രേ വേവേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ കേബേജ് വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ശരിക്കും പ്രതീക്ഷിക്കാത്തൊരു കോമ്പിനേഷൻ അല്ലേ, നല്ല ടേസ്റ്റാണ്. ശരിക്കും ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചപ്പാത്തിയുടെ കൂടെ ഇങ്ങനെ തോരൻ പോലത്തെ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതും നല്ലതാട്ടോ, ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സൂപ്പറാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഒരേപോലെ ക്യാബേജിൻ്റെ മാത്രം തോരനൊക്കെ വെക്കുന്നത് അതിലും നല്ലതല്ലേ, നമുക്ക് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻസ് ആയിട്ട് പറയുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.